മമതാ ബാനർജിയെ സംബന്ധിച്ച് TMCക്ക് ഭരണം നഷ്ടമായി എന്നത് മാത്രമല്ല, ഭവാനിപ്പൂരിൽ അവർ പരാജയപ്പെട്ടു എന്നൊക്കെയുള്ളതാണ്. വലിയ അപ്രതീക്ഷിതമാണ്. ആ തോൽവിയിൽ നിന്നൊരു തിരിച്ചുവരവ് ഇനിയിപ്പോൾ മമതാ ബാനർജിക്ക് എത്രത്തോളം എളുപ്പമാണ് എന്ന ചോദ്യമുണ്ട്. പരാജയം ഇനിയും ഉൾക്കൊള്ളാൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടുമില്ല. BJPയുടേത് അധാർമിക വിജയമെന്നാണ് മമത ആരോപിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് മമതാ ബാനർജി മാധ്യമങ്ങളെ കാണും. അതേസമയം വിജയത്തിന് ശേഷവും വിവാദ പരാമർശം ആവർത്തിക്കുകയാണ് BJP നേതാവ് സുവേന്ദു അധികാരി. തൃണമൂലിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി കടന്നുകയറിയാണ് BJPയുടെ ജയം. ഭവാനിപ്പൂരിലെ തോൽവി മമതയ്ക്ക് നൽകുന്നത് സമാനതകൾ ഇല്ലാത്ത തിരിച്ചടിയും. SIR മൂലം 50,000-ലേറെ വോട്ട് ഭവാനിപ്പൂരിൽ മാത്രം റദ്ദാക്കപ്പെട്ടിരുന്നു. തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് തൃണമൂൽ കണക്കാക്കുന്നതും ഇതുതന്നെ. ബംഗാളികളല്ലാത്ത കൊൽക്കത്തയിലെ വോട്ടർമാരും ഹിന്ദു വോട്ടർമാരും BJPയെ സഹായിച്ചു. ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചു നിർത്താൻ കഴിഞ്ഞെങ്കിലും BJP തരംഗം തടയാൻ അത് മതിയാകുമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ഹിന്ദു മുസ്ലിം വർഗീയ പരാമർശങ്ങൾ തുടർന്ന സുവേന്ദു അധികാരിക്ക് ഫലം വന്നപ്പോഴും മാറ്റമില്ല. नंदीग्राम का हिंदू जनता फिर मुझे जिताया. वहाँ मुसलमान वोट पूरा के पूरा TMC को मिला. ये लोग बहुत कट्टरवादी, इसलिए मेरा मार्क ठीक है. मैं नंदीग्राम का हिंदू के लिए काम करूंगा. ഫലം വന്നതിന് ശേഷം രാത്രി സംസ്ഥാനത്ത് പലയിടത്തും വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായി. തൃണമൂൽ കോൺഗ്രസ് ഓഫീസുകൾ പലയിടത്തും ആക്രമിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലത്തെ അതേപടി അംഗീകരിക്കാൻ മമതാ ബാനർജി ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും നിയമ പോരാട്ടങ്ങൾ തുടരാനാണ് സാധ്യത. കൊൽക്കത്തയിലെ BJP ആസ്ഥാനത്ത് നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.